ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ XT വേൾഡിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചിക്കൻ ഫാം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. നമ്മൾ രാത്രിയായി ഗായ്സ്. ഞാൻ രാത്രി തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തത്. എളുപ്പം കിടന്നു പോകാം. കട്ടിലൊക്കെ ഉണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നെ കട്ടിൽ നമുക്കിവിടെ പ്രകൃതി കാണാനാണ്. എന്തെങ്കിലും സ്പോണായോ? ഡായടാ സോംബീസൊക്കെ സ്പോണായിട്ടുണ്ട് ഗൈസ്. അമ്മാരെ നമ്മൾ പേടിക്കുന്നില്ല. എൻ്റെ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ XT വേൾഡ് ഈ സർവൈവൽ സീരീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊട്ടി തെറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇത് കുഴി കിട്ടിയില്ല. നമുക്ക് ഇവനെ ഒന്ന് കൊല്ലാം ഗൈസ്. അവന് പരിചയമാകും. നമ്മളെ കൊല്ലുന്നേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മൈനിങ്ങിനോണം ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ചിക്കൻ ഫാം കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ എത്ര മുട്ടയായി? ഇവിടെ കോഴികൾ കൂടുന്നതനുസരിച്ച് മുട്ട കിട്ടുന്നത് കൂടി. ഇപ്പോൾ 9 ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് കോഴികളേ ഉള്ളൂ. കണ്ടോ, 3-4 കോഴികൾ. അപ്പോൾ ഇനിയും തപ്പണം ഗൈസ്. അതിനുള്ള സീഡ് എടുക്കട്ടെ ഗൈസ്. ഇത് വളർന്നു. ഐസ് പൊട്ടാറ്റോ വളർന്നിട്ടുണ്ട് നമ്മുടെ. ഇനി ഇതും കൂടെ നട്ടു വെക്കാം. ഓക്കെ, നമ്മൾ ഇതും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് ഇനി ബേക്ക്ഡ് പൊട്ടാറ്റോ ആക്കിയിട്ട് നമ്മൾ കഴിക്കും. ഒറ്റ സീഡ് പോലും കിട്ടിയില്ല. സീഡും പോലും കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, സീഡ് കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം കിട്ടി. ഞങ്ങൾക്ക് കോഴികളെ തപ്പാം. ഈ പൂച്ചേനെ നമുക്ക് ഫ്രണ്ട് ആക്കാം. ഇവിടെ ഈ പൂച്ചയുണ്ട്. എൻ്റെ ഫിഷ് ഉണ്ടോ നോക്കട്ടെ. ഫിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ആക്കാം. ഒരു 3 ഫിഷ് ഉണ്ട്. പിന്നെ ഒരു കോഡുണ്ട്. ഓക്കെ മതി. എൻ്റെ ആ പൂച്ച ഉണ്ട്. നമ്മൾ കോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പൂച്ച വേണ്ടേ പോകുന്നു. പൂച്ച കഴിഞ്ഞാൽ ടൈം ചെയ്യാം. ഇവിടെ ഒന്നും ഇത് വേണ്ടേ? തന്നെ കാണുമോ? ടൈം നോക്കിയാലും കണ്ടോ, ഒരു പേടി പോലെ ഇവന്. കണ്ടോ, മീൻ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് പോവാ. വേറെ മീനൊന്നും വേണ്ടേ? ആ ടേം കാണുന്നില്ല. അതായത് എന്താണ് എൻ്റെ ഫ്രണ്ട് ആവടാ. കണ്ടോ, ടേം ക്ലിക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല അത്. ഇവിടെ ഐസ് ഭയമൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ആ പൂച്ച എന്തിനാന്നറിയില്ല ഓടുന്നത് വെറുതെ. ഇതൊന്നും കാണുന്നില്ല. വേണ്ട, ഈ ലൈബ്രറിന് എന്തോ വിൽക്കുന്നത്. എന്തായാലും എമറാൾഡ് ഇല്ല. എന്തോ എൻജാൻഡ്. ലക്ക് ഓഫ് ദ സീ2 ഗൈസ്. അത് നമുക്ക് വാങ്ങിക്കണം. 11 എമറാൾഡാണ്. ഇതെന്തോ വിൽക്കുന്നതെന്ന് അറിയില്ല. അടുത്ത ലെവലാവണം. നീ ഇവിടെ തന്നെ ഇരിക്കണേ. നമുക്ക് ചിക്കൻ ഫാമിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ട്. എന്നോട് എവിടെയും കോഴിയുണ്ടോ? ഇതേ വണ്ണം പോകുന്നു. നമുക്കിനി അതിനെയും കൂടെ കൊണ്ടുവരാം. സ്പോണ് ഭയങ്കര കുറവാണ് ഗൈസ്. കോഴികൾ എന്തിയാ? കോഴി എന്തി? വാ അങ്ങോട്ട് വാടേ. ആഴെ കൊണ്ട് വാ. ഇങ്ങനെ കോഴീനെ കൊണ്ടുപോകാം. എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മളെ വീഡിയോ ഇപ്പോൾ ആരും കാണുന്നില്ല ഗൈസ്. ആരും ഒന്ന് കാണടേ. വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. 13-14 വ്യൂവേഴ്സേ ഉള്ളൂ. ഓക്കെ വരുന്നുണ്ടാവും. ഓക്കെ, നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. ചിക്കൻ ഫാമില്ലേ? ഓക്കെ, ചിക്കൻ ഫാമിലോട്ട് കാണാം. ഇതാണ് ഇനി നിന്റെ വീട്. കേറിവാ. ഓക്കെ, നിനക്കിത് ഞാൻ തരാം, പേടിക്കണ്ട. ഇവിടെ നിന്ന് മുട്ട ഇട്ടാൽ മതി. ഞാൻ ഡെയിലി വന്ന് ഫുഡ് തരാം നിങ്ങൾക്ക്. ഫീഡ് നിങ്ങളുള്ളപ്പം ബ്രീഡാവ്.
ഓക്കെ, അടുത്ത കോഴിയെ തപ്പട്ടെ. ഞാൻ ഈ കോഴികളെല്ലാം കുറച്ചുകൂടെ ആക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കോഴികളെ നോക്കാൻ പോയതേ ഉള്ളൂ. പോസ് ചെയ്തിട്ട് കോഴീനെ ഒറ്റയടിക്ക് 4 എണ്ണം. ഓക്കെ ഗൈസ്, 4 എണ്ണം കിട്ടിയത് നന്നായി. എളുപ്പം വാടേ, 4 പേരും വാ. ഇതിനകത്ത് 4 or 5 പേരുണ്ട്. അറിയത്തില്ല എത്ര പേരുണ്ട്. വാ, കേറ്. ഒരുത്തം കയറിയിട്ടുണ്ട്. ഇവനെ നമ്മൾ കേട്ടട്ടെ. ഓക്കെ ഇതിനകത്തോട്ട് വീഴും. ഓക്കെ, അടുത്ത ആള് വാ. അടുത്ത ആളെയും കൂടെ കേട്ടെ. ഓക്കെ, അടുത്ത ആളെ ഇട്ടിട്ടുണ്ട്. അടുത്ത ആള് വാ. ഒരുത്തരും കൂടെ ഉണ്ട്. വാ എല്ലാവർക്കും തരാം. വാ, കേറ്. ഒറ്റ കാര്യം ചെയ്യാൻ മതി, മുട്ടയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഫീഡ് എത്ര മുട്ട? 14 മുട്ട. കണ്ടോ, നമ്മൾ തുടങ്ങിയപ്പോൾ 9 8 മുട്ട ഉണ്ട്. ഇനിയിപ്പോൾ 14 ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സ്മെൽട്ടറിലൊന്നും വെച്ചിട്ടില്ല. നമുക്ക് മൈനിങ്ങിന് പോകാം കുറച്ച് നേരം. 20 ടോർച്ച് ഉണ്ട്, നമുക്ക് മൈനിങ്ങിന് പോകാം. ഞാൻ വേറെ വല്ലതും ഗെയിം കളിക്കുന്ന വീഡിയോ ഇടാണോ വേണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അത് നിങ്ങൾ പറ, അപ്പം ഞാൻ ഇടാം. വേറെ ഗെയിം കുറേ ഉണ്ടല്ലോ, എന്തുവാ, ജിയോമെട്രി ഡാഷ്, ഫ്രീ ഫയർ, അങ്ങനത്തെ ഒക്കെ ഗെയിംസ് ഉണ്ടല്ലോ. അതൊക്കെ കളിക്കണോ വേണ്ടോ നിങ്ങൾ തന്നെ പറ, അതുപോലെ ഞാൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഡയോറൈറ്റ് വന്ന് എടുത്തിട്ടുണ്ടോ? ഒരു ഫുഡ് ഉണ്ടാകണം, അതിനല്ലേ നമ്മൾ ചിക്കൻ ഫാം ഉണ്ടാക്കിയത്. അതുമല്ല ഡയമണ്ട് അയൺ ആവശ്യമുണ്ട്. ഇവിടെ വീരല്ലേ, കാരണം എൻ്റെ കയ്യിലും അത് പറഞ്ഞു വീഴുന്നതല്ല, എൻ്റെ കൈ പറഞ്ഞു അത്രേ ഉള്ളൂ. നമുക്ക് അയൺ മൈനിങ്ങിനും ഡയമണ്ടിനും കൂടെ ആണ് പോകുന്നത്. കേട്ടോ, അയൺ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത എപ്പിസോഡ് ഞാൻ ഓഫ്ലൈനിൽ നിന്ന് മൈൻ ചെയ്തിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡായിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.